നിൽക്കുന്നതിന് മുമ്പ് നിനക്ക് രാഷ്ട്രീയത്തെ പറ്റി എന്തറിയായിരുന്നു? അത് ഇങ്ങനെയൊക്കെയല്ലേ പഠിക്കുക. നീ ഒന്നും പഠിച്ചിട്ടില്ല. എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ അറിയാം. പിന്നെന്താ കുഴപ്പം? മണ്ടു, നീ നിന്നാ ശരിയാവൂല. ഇനി ഞാൻ നിന്നാലേ ശരിയാവുള്ളൂ. നീ വെറുതെ കളിക്കാൻ നിൽക്കല്ലേ? അയ്യോ, ചിരിക്കൊന്നും വേണ്ട, ഞാനാ നിക്കാൻ പോണേ. സത്യനെ വേറെ വാടിപ്പോയി നിന്ന്. വേറെ വാടില്ല. വാടില്ലെങ്കിൽ നിക്കണ്ട. അപ്പൊ എല്ലാതിന്റെ ചർച്ച കംപ്ലീറ്റ് കഴിഞ്ഞെന്ന്. അപ്പൊ എന്നോട് ചോദിക്കാതെ ചർച്ച ചെയ്യാൻ നിന്നോടെന്താ ഇത്ര ചോദിക്കാനുള്ളത്? ഞാനില്ലേ ഇവിടെ? ഞാനല്ലേ ഇവിടുത്തെ മെമ്പർ. അതുകൊണ്ട് എന്റെ അനുവാദം ഇല്ലാതെ എന്നെ മാറ്റാൻ ആര് പറഞ്ഞു? ഇവിടെ പാർട്ടിയുടെ ആളാരാണ്? ഞാനല്ലേ. ഞാൻ പിന്നെ നീ എന്റെ ഭാര്യയല്ലേ? ആ ഭാര്യ ഭർത്താവ് എന്നൊക്കെ ഉള്ളത് രാഷ്ട്രീയത്തിന് പുറത്ത്. അത് വേറെ, അത് കുടുംബം. ഇതല്ല, പൊതുപ്രവർത്തന. അപ്പൊ ഞാൻ ചെയ്തൊക്കെ എന്താ വെള്ളത്തിൽ കഴിച്ച് വരെയോ? അപ്പൊ ഞാനിനി ബാക്കിയുള്ള ആളുകളുടെ അടുത്ത് എന്ത് പറയും? ആളുകളുടെ അടുത്ത് പോയി പറയണം. എന്ത് പറയുന്നു അത് പറ. ഇപ്പൊ ഉള്ള മെമ്പർ വളരെ നല്ലതാണെന്നാണ് അവിടുത്തെ ആൾക്കാരുടെ അഭിപ്രായം. അതുകൊണ്ട് അവള് തന്നെ മതിന്ന് അങ്ങോട്ട് പറയാ. അങ്ങനെ ഇല്ല എന്നുള്ളത് നാട്ടുകാർക്ക് മുഴുവൻ അറിയാലോ. നാട്ടുകാർക്ക് മുഴുവനൊന്നല്ല, നിങ്ങൾക്കാണ് ഈഗോ. നിങ്ങൾക്ക് ഈഗോ ആണ്. മണ്ടോ, വെറുതെ കളിക്കാൻ നിൽക്കണ്ട. നീ പ്രശ്നമാക്കാൻ നിൽക്കരുത്. നിങ്ങളുടെ ഭാര്യ മെമ്പറായി കുറച്ച് നല്ല പേര് വന്നു. ഇനിയിപ്പൊ ജയിച്ച പഞ്ചായത്ത് പ്രസിഡന്റ് ആകും. അത്ര ഈഗോ ആണ് നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്തേക്കണം. എനിക്ക് മനസ്സിലായി. എടി, എന്റെ രാഷ്ട്രീയ ഭാവി ഇരുളടഞ്ഞു പോകും. എന്റെ രാഷ്ട്രീയ ഭാവി നിങ്ങൾ കളയരുത്. അതാണ് എനിക്ക് പറയാനുള്ളത്. നീ എന്തിനാണ് നിങ്ങൾ വർഷങ്ങളായിട്ട് പ്രവർത്തിച്ചുണ്ടാക്കിയ രാഷ്ട്രീയ ഭാവിയല്ലേ അല്ലേ? പക്ഷെ ഞാനോ വളരെ പെട്ടെന്നല്ലേ എല്ലാ കാര്യങ്ങളും പഠിച്ചെടുത്ത് രാഷ്ട്രീയത്തിലേക്ക് അങ്ങ് ഇറങ്ങി മെമ്പറായി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. ഇനിയിപ്പോ നിന്നാലും ഞാൻ ജയിക്കും, ഞാൻ പ്രസിഡന്റ് ആവും. ഞാനേ നിൽക്കുള്ളൂ, അതിലൊരു മാറ്റമില്ല. എന്ത് സത്യമായിട്ട് അങ്ങനെ നോക്കിയിരിക്കണ്? ഞാൻ അവസാനമായിട്ട് പറയാണ്, ഞാൻ വേണോ നിങ്ങൾക്ക് മെമ്പർ സ്ഥാനം വേണോ? തീരുമാനിച്ചോ.